നമസ്കാരം. മധ്യപൂർവേഷ്യൻ യുദ്ധഭൂമിയിൽ അമേരിക്കൻ ശക്തിയുടെ അഹങ്കാരം തകർന്നടിയുന്ന കാഴ്ചയാണോ ലോകം ഇപ്പോൾ കാണുന്നത്? ഇറാന്റെ ആക്രമണത്തിൽ അമേരിക്കയുടെ 228 സൈനിക ആസ്തികൾ വരെ തകർന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ട്രംപിന്റെ അപ്രതീക്ഷിത യുദ്ധ പിന്മാറ്റ ചർച്ചകൾക്ക് പിന്നിലെ യഥാർത്ഥ കാരണം എന്താണെന്ന ചോദ്യമാണ് ശക്തമാകുന്നത്. ഇറാനെ ഏതാനും ദിവസങ്ങൾക്കകം മുട്ടുകുത്തിക്കാമെന്ന അമേരിക്കൻ കണക്കുകൂട്ടലുകൾ യുദ്ധഭൂമിയിൽ പൂർണ്ണമായും പാളിയെന്നാണ് അന്താരാഷ്ട്ര വിലയിരുത്തൽ. മിസൈൽ ആക്രമണങ്ങളും ഡ്രോൺ നീക്കങ്ങളും കൊണ്ട് അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങളെ വരെ ഇറാൻ വിറപ്പിച്ചതോടെ യുദ്ധം തുടർന്നാൽ അമേരിക്കയ്ക്ക് തന്നെ വലിയ തിരിച്ചടിയാകുമെന്ന ഭയം വൈറ്റ് ഹൌസിൽ ശക്തമായി. തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ സമ്മർദ്ദവും ആഗോള വിമർശനവും കൂടിയായപ്പോൾ പിന്മാറ്റം മാത്രമാണ് രക്ഷ എന്ന അവസ്ഥയിലേക്കാണ് ട്രംപ് എത്തിപ്പെട്ടതെന്നാണ് സൂചന. ഈ യുദ്ധത്തിൽ ഇപ്പോൾ മാനസികവും തന്ത്രപരവുമായ മേൽക്കൈ ഇറാൻ ആണെന്ന വിലയിരുത്തലുകളാണ് ലോക രാഷ്ട്രീയത്തിൽ ഉയരുന്നത്. യുദ്ധം തുടങ്ങിയതിനു ശേഷം പുറത്തു വന്നിട്ടുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ വിശകലനം ചെയ്തതിൽ നിന്ന് പശ്ചിമേഷ്യയിലുള്ള യുഎസിന്റെ 228 സൈനിക സൗകര്യങ്ങളോ യുദ്ധോപകരണങ്ങളോ ഇറാൻ ആക്രമണങ്ങളിൽ തകർന്നുവെന്ന് വാഷിംഗ്ടൺ പോസ്റ്റാണ് റിപ്പോർട്ട് ചെയ്തത്. ഹാങ്ങറുകൾ, ബാരക്കുകൾ, ഇന്ധന ഡിപ്പോസ്, യുദ്ധവിമാനങ്ങൾ, റഡാർ സംവിധാനങ്ങൾ, ആശയവിനിമയ സംവിധാനങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ അടക്കമുള്ളവയാണ് തകർന്നത്. ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളതിലും വലുതാണ് യുദ്ധത്തിൽ യുഎസിനുണ്ടായ നാശനഷ്ടമെന്നും പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. ഇറാൻ യുദ്ധം തുടങ്ങിയതിനു പിന്നാലെ പശ്ചിമേഷ്യയിൽ നിന്നുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തുവിടുന്നതിന് യുഎസ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഇറാൻ വാർത്താ ഏജൻസികൾ പുറത്തുവിട്ട ഉപഗ്രഹ ചിത്രങ്ങളെ യൂറോപ്യൻ യൂണിയന്റെ ഉപഗ്രഹ സംവിധാനമായ കോപ്പർനിക്കസ് പുറത്തുവിട്ട ഉപഗ്രഹ ചിത്രങ്ങളുമായി താരതമ്യം ചെയ്ത് ആധികാരികത ഉറപ്പുവരുത്തിയ ശേഷം നടത്തിയ വിശകലനമാണ് പോസ്റ്റ് പുറത്തുവിട്ടത്. ഇത് പ്രകാരം മേഖലയിലെ 15 സൈനിക താവളങ്ങളിലായി 215 കെട്ടിടങ്ങൾക്കും 11 യുദ്ധോപകരണങ്ങൾക്കും കേടുപറ്റുകയോ തകരുകയോ ചെയ്തു. ഇറാൻ ആക്രമണങ്ങൾ കൃത്യതയുള്ളതായിരുന്നുവെന്നും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തടസ്സപ്പെടുത്താത്ത ആക്രമണങ്ങളെല്ലാം ലക്ഷ്യസ്ഥാനം കണ്ടു എന്നും ചിത്രങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ഖത്തറിലെ അൽ ഉദൈദ് വിമാനത്താവളത്തിലെ ഒരു ഉപഗ്രഹ ആശയവിനിമയ കേന്ദ്രം, ബഹ്റൈനിലെ റിഫ, ഇസ വ്യോമത്താവളങ്ങളിലെ പാട്രിയറ്റ് മിസൈൽ പ്രതിരോധ ഉപകരണങ്ങൾ, കുവൈറ്റിലെ അലി അൽ സലേം വ്യോമത്താവളം, യുഎസ് 5ാം ഫ്ലീറ്റിന്റെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നേവൽ സപ്പോർട്ട് ആക്ടിവിറ്റി, ബഹ്റൈനിലെ ചില സംവിധാനങ്ങൾ, കുവൈറ്റിലെ ക്യാമ്പ് ബ്യൂറിംഗിലെ ഒരു വൈദ്യുത നിലയം എന്നിവയും ഇറാൻ ആക്രമണം ഉണ്ടായി എന്ന് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. വർഷങ്ങളായി മധ്യപൂർവേഷ്യയിൽ ഏകാധിപത്യ സൈനിക ശക്തിയായി നിലകൊണ്ട അമേരിക്കയ്ക്ക് ആദ്യമായാണ് ഇത്ര വലിയ പ്രതിരോധ പ്രതിസന്ധി നേരിടേണ്ടി വരുന്നത്. പ്രത്യേകിച്ച് അമേരിക്കൻ ആയുധ സംവിധാനങ്ങൾ പോലും തടയാൻ പ്രയാസപ്പെട്ട ആക്രമണങ്ങളാണ് ഇറാൻ നടത്തിയത് എന്ന റിപ്പോർട്ടുകൾ ട്രംപ് ഭരണകൂടത്തെ കടുത്ത സമ്മർദ്ദത്തിലാക്കി. ഇറാനെ വേഗത്തിൽ കീഴടക്കാമെന്ന കണക്കുകൂട്ടലിലാണ് അമേരിക്ക ആദ്യം യുദ്ധഭാവത്തിലേക്ക് നീങ്ങിയത്. എന്നാൽ യുദ്ധഭൂമിയിൽ നടന്നത് മറിച്ചായിരുന്നു. അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ, നിരീക്ഷണ സംവിധാനങ്ങൾ, ലോജിസ്റ്റിക് ശൃംഖലകൾ എന്നിവയ്ക്കെതിരെ ഇറാൻ കൃത്യമായ ആക്രമണങ്ങൾ നടത്തി. അതോടെ യുദ്ധം നീണ്ടാൽ അമേരിക്കയുടെ പ്രതിച്ഛായയ്ക്കും സാമ്പത്തിക നിലയ്ക്കും വൻ തിരിച്ചടി ഉണ്ടാകുമെന്ന് ട്രംപ് മനസ്സിലാക്കി. പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയവും ആഭ്യന്തര സമ്മർദ്ദങ്ങളും ശക്തമായ സമയത്ത് വലിയ യുദ്ധപരാജയം ഏറ്റുവാങ്ങാൻ ട്രംപ് തയ്യാറായിരുന്നില്ല. ഇതിനൊപ്പം റഷ്യ, ചൈന തുടങ്ങിയ ശക്തരായ രാഷ്ട്രങ്ങൾ ഇറാനെതിരെ അമേരിക്ക പൂർണ്ണമായ യുദ്ധത്തിലേക്ക് കടക്കുന്നതിനെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹോർമൂസ് കടലിടുക്ക് ഉൾപ്പെടെയുള്ള മേഖലകളിൽ സംഘർഷം കൂടുതൽ രൂക്ഷമായാൽ ആഗോള എണ്ണ വിപണിയും സാമ്പത്തിക വ്യവസ്ഥയും തകരുമെന്ന് മുന്നറിയിപ്പുകളും ഉയർന്നു. ഈ സാഹചര്യത്തിലാണ് പിന്മാറ്റമെന്ന നിഗമനത്തിലേക്ക് അമേരിക്ക എത്തിയതെന്ന വിലയിരുത്തലുകൾ ശക്തമാകുന്നത്. യുദ്ധം അവസാനിച്ചിട്ടില്ല എങ്കിലും ഈ ഘട്ടത്തിൽ മാനസികമായും തന്ത്രപരമായും മേൽക്കൈ ഇറാൻ സ്വന്തമാക്കിയെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. വർഷങ്ങളായി അമേരിക്ക ഭീഷണിപ്പെടുത്തിയിരുന്ന ശക്തികൾ ഇപ്പോൾ തിരിച്ചടിക്കാൻ തയ്യാറാണെന്ന നിലയിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ട്രംപ് പിന്മാറാൻ തയ്യാറായത് സമാധാന താല്പര്യത്താൽ മാത്രമല്ല, യുദ്ധം തുടർന്നാൽ അമേരിക്കയ്ക്ക് നേരിടേണ്ടി വരാവുന്ന പരാജയത്തിന്റെ ഭീകരത വ്യക്തമായതുകൊണ്ടുകൂടിയാണ് എന്നതാണ് നിലവിലെ യാഥാർത്ഥ്യം.